ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ബിഗ് ബോസ് സീസൺ 6 തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 2-3 എപ്പിസോഡ് ഞാൻ കണ്ട്. 2-3 എപ്പിസോഡ് കണ്ടിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള ചില ഊളകളെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. ഒന്നാമത്തെ ഊള, മെയിൻ ഊള രതീഷ്. പിന്നെ വേറെ ഒരുത്തിയുണ്ട്, രണ്ടാമത്തെ ഉള്ള പേര് എനിക്ക് ശരിക്കും അറിയില്ല. ആ മുടിയനുമായിട്ട് ഭയങ്കര ഡയലോഗ് അടിച്ചിട്ടില്ല. അവളെ വിചാരം എന്തെന്നാണ്. ഈ രതീഷ് എന്ന് പറഞ്ഞ ഒരുത്തരുണ്ടല്ലോ, ഏതാണ് ഈ രതീഷ്? ഞാനൊക്കെ ആദ്യമായിട്ടാണ് ഇതേപോലത്തെ ഊളനെയൊക്കെ കാണുന്നു. നടന്ന് ഭയങ്കര സീനിടൽ ഇതെല്ലാം വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിൽ ഇങ്ങനത്തെ ഒരു സീനിടുന്ന പൊട്ടത്തരം കാണിക്കുന്ന ഇതുപോലെയുള്ളൊരു പൊട്ട ഞാൻ കണ്ടിട്ടില്ല. ഓനിക്ക് കണ്ടന്റ് കിട്ടണമെന്ന് വിചാരിച്ച ഓൻ എന്തെല്ലാം ലൊട്ടയാന്ന് കാട്ടിക്കൂട്ടുന്നത്. തൊട്ടതിന് പിടിച്ചതിനെല്ലാം വെറും ചൊറയാക്കൽ എന്നെല്ലാം വെച്ച് കഴിഞ്ഞാൽ ഒന്നൊന്നര ചൊറയാക്കൽ. ഇങ്ങനെയുണ്ടാ ചൊറയാക്കൽ? ഈ മത്സരാർത്ഥികളിൽപ്പെട്ട 19 പേരിൽ എനിക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന 3 ആൾക്കാരെ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ജിൻഡോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ജിംനേഷ്യം കരാട്ടയൊക്കെ പഠിച്ചിട്ടുള്ള ചങ്ങായി. രണ്ടാമത്തത് നമ്മളെ മുടിയൻ. മൂന്നാമത്തത് നമ്മളെ ട്രാൻസ്ജെൻഡർ ആയിട്ട് വന്നിട്ടില്ലേ മറ്റേ ജാൻ. അത് ഈ 3 ആൾ അടിപൊളിയാണ്, അത്യാവശ്യം കുഴപ്പമില്ല. ബാക്കി പിന്നെ കുറച്ചെണ്ണം ഉണ്ട്. എന്താ പറയുക, അവൻ്റെ പേര് രതീഷ്. ഇതുപോലെയുള്ള ഊളകളെല്ലാം ആരാവോ ഈ ബിഗ് ബോസിലെടുത്തത്? ഓനെ ആദ്യം ചള്ളക്ക് നോക്കിയിട്ടൊന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് സീനിടാൻ വേണ്ടിയിട്ടും പ്രശ്നം മാത്രം ഉണ്ടാക്കുക, വെറും ചൊറയുണ്ടാക്കുക. തൊട്ടതിനും പിടിച്ചതിനെല്ലാം എന്താ കാണിക്കുന്നു? ഓനൊരു വീട്ടിൽ നിന്ന് അച്ഛനമ്മമാർ ചെറുപ്പത്തിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും പഠിപ്പിച്ചിട്ടുണ്ടാകുക. അതെല്ലാം അവിടെ വന്നിട്ട് കാണിക്കുന്നു. പിന്നെ മാന്യമായിട്ടുള്ള വേറെ 2 ആൾക്കാരും കൂടിയുണ്ട്, 2 പെണ്ണുങ്ങന്മാരിലുണ്ട്. അവരെ പേരൊന്നും എനിക്കറിയില്ല, ശരിക്കും പേരൊന്നും ഞാൻ നോട്ട് ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ വേറെ ഒരുത്തിയുണ്ടല്ലോ, ഫസ്നയാ. ഓളെല്ലാരാണ് എടുത്തത്? ഓളെല്ലാം എന്തിനാണ് കൊണ്ടത്? അതിൻ്റെ ഉള്ളിൽ എന്താണ് സിന എന്തോ പേരെന്തുകൊണ്ടപ്പം എന്തെങ്കിലും ആയിക്കോട്ടെ. ആ ഭയങ്കര വിവാദമല്ലായിട്ടില്ല ഇതിൻ്റെ ഇടക്ക് യൂട്യൂബിൽ. അത് സുഹൃത്തുക്കളെ, ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് കണ്ടു കഴിഞ്ഞാൽ ചിരിച്ച് മരിക്കാട്ടോ, ആസ്വദിച്ചിട്ട് കാണാം. പിന്നെ ഇതിനു മുമ്പ് കണ്ട ബിഗ് ബോസ് പോലെയൊന്നല്ല, കുറച്ച് കാണാനുമുണ്ട്, കുറച്ച് കേൾക്കാനുമുണ്ട്, കണ്ടിരിക്കാനുമുണ്ട്, ചിരിക്കാനുമുണ്ട്, ഒക്കെയുണ്ട്. ആകെയുള്ള ഒരു പൊട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൊട്ടത്തരം കാണിക്കുന്ന രതീഷാണ്. വെറും ഊളാന്നെല്ലാം വെച്ച് കഴിഞ്ഞാൽ ഇവനെപ്പോലെയുള്ള ഊള വേറെയില്ല. അപ്പോൾ എല്ലാവരും ബിഗ് ബോസ് കാണുക, കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ നിങ്ങളെന്താക്കുക, അതിൻ്റെ അടിയിൽ പോയിട്ട് കമൻറ്റ് ചെയ്തങ്ങ് പൊലിപ്പിച്ചു കൊടുക്കുക. പുറത്താക്കേണ്ടവരെല്ലാം പുറത്താക്കാൻ വേണ്ടിയിട്ട് തന്നെ കമൻറ്റ് ചെയ്യണം. എനിക്കാകെ നിർബന്ധമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രതീഷിനെ ഒന്ന് പുറത്താക്കണം. ഓനെല്ലാം വെച്ച് കഴിഞ്ഞാണ്ടല്ലോ, ഓനെ തൊട്ടതിനും പിടിച്ചതിനെല്ലാം ഓൻ ഡയലോഗ് അടിക്കുക. ആ മറ്റേ എന്താണെന്നുള്ള പേര് ജാനെന്ന് പറഞ്ഞത് ഒന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞതാണ് തൊട്ടത്. വേറെ ആര് തൊടുന്നതിനൊന്നും കുഴപ്പമില്ല. അങ്ങനെയുള്ള വ്യക്തിയാണെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ പ്രതികരിക്കണം. ഇത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് സീൻ ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ കുത്തിപ്പൊന്തിച്ചിട്ട് ഭയങ്കര ഡയലോഗ്, എന്നിട്ട് അവൻ്റെ കരച്ചൽ, ഓ ആണും പെണ്ണും കെട്ടായിട്ട് അപ്പുറത്തെ സാധനമല്ലേ ഓന് രതീഷ് ഊള. ഓ കസ്റ്റ. അപ്പോൾ സുഹൃത്തുക്കളെ, ദ ബെസ്റ്റ്, അമേസിങ്, മോസ്റ്റ് ബ്രില്യൻ്റ് ഓഫ് ദ ഗ്രേറ്റ് ആൻഡ് പവർഫുൾ ഓ കസ്റ്റ. ബിഗ് ബോസ് സീസൺ 6ൻ്റെ ഒരുപാട് വീഡിയോകൾ നിങ്ങൾ പ്രതീക്ഷിച്ചു നിന്നോ? ഇതൊരു തുടക്കം മാത്രമാണ്. വക്കസ്ത.